മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്നേഹ RV. പാർട്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയേക്കാൾ വലിയ നിലപാട് പാർട്ടി പ്രവർത്തകർക്കില്ലെന്നും അതാണ് കോൺഗ്രസ് പാർട്ടിയെന്നുമായിരുന്നു സ്നേഹയുടെ പ്രതികരണം. ശ്രീനാദേവിയുടെ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഫോറത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയാണ് സ്നേഹയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ബലാത്സംഗ കേസിൽ താൻ അവനൊപ്പമാണെന്നും ആരോപണങ്ങൾ നേരിടാൻ അതിജീവിതന് കരുത്തുണ്ടാകട്ടെ എന്നുമായിരുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. അദ്ദേഹത്തിനൊപ്പവും സത്യത്തിനൊപ്പവുമാണ് താനെന്നും മൂന്നാമത് വന്ന പരാതിയിൽ ഏതൊരാൾക്കും അസ്വാഭാവികത തോന്നുമെന്നും ശ്രീനാദേവി പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വിമർശനവുമായി നേരത്തെയും സ്നേഹ രംഗത്തെത്തിയിരുന്നു. ആരോപണം ഉയരുമ്പോൾ ബാധിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല പ്രസ്ഥാനത്തെയൊക്കെയാണ് ബാധിക്കുന്നതെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ അദ്ദേഹം തയ്യാറാകണമെന്നും RV സ്നേഹ ചൂണ്ടിക്കാട്ടിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിതയുടെ പരാതി. വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് അതിജീവിത DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. രാഹുലിനെ പിന്തുണച്ചായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വീഡിയോ. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന് പരസ്യ പിന്തുണയുമായി ശ്രീനാദേവി രംഗത്തെത്തിയിരുന്നു. രാഹുലിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാക്കഥകൾ മെനയുകയാണ്. സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ എന്നും അവർ പ്രതികരിച്ചു. ലൈവിൽ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്ന പരാമർശവും ശ്രീനാദേവി നടത്തിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തതിന്റെ പ്രശ്നമാണിതെന്നും പരാതികളിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം പരാതിയിലും അസ്വാഭാവികതയുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. മൂന്നാം പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതിൽ വേദനയുണ്ട്. എന്നാൽ പീഡനത്തിന് ശേഷം പ്രതിക്ക് ചെരുപ്പ് വാങ്ങി നൽകുകയും ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള മൊഴികൾ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നില്ലേ? കുടുംബം ഒരാൾക്ക് മാത്രമല്ല, ഇപ്പുറത്തുമുണ്ട്. എന്നാൽ രണ്ടാൾക്കും ഒരേ പരിഗണന ലഭിക്കുന്നില്ല. അതിജീവിതമാർക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെറ്റ് കണ്ടതിനാലാകാം പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സത്യം പുറത്തു വരുന്നതുവരെ രാഹുൽ ക്രൂശിക്കപ്പെടാൻ പാടില്ലെന്നും ശ്രീനാദേവി കൂട്ടിച്ചേർത്തു.